Hello, good evening all. Welcome to Edus International Academy. അപ്പോൾ നമ്മൾ ഇന്ന് പാരസൈറ്റോളജിയിലെ ഒരു ഭാഗമാണ് MCQ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം മൈക്രോബയോളജിയിൽ ഒരു ഇമ്പോർട്ടന്റ് ഏരിയ ആണ് അല്ലേ പാരസൈറ്റോളജി. അപ്പോൾ എല്ലാവർക്കും കുറച്ച് ടഫ് ഒക്കെ ഉള്ള ഒരു ഏരിയ ആണ് പാരസൈറ്റോളജി. എക്സാമിനാണെങ്കിലും പാരസൈറ്റോളജി ഭാഗത്ത് നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസും ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ലങ് ഫ്ലൂക്സിലെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആസ് യൂഷ്വൽ നമ്മൾ എന്നും ചെയ്യുന്ന പോലെ തന്നെ ക്വസ്റ്റ്യൻ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും. ആൻസർ നിങ്ങൾ എല്ലാവരും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഇത് നമുക്ക് ഒന്നിച്ച് ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അപ്പൊ ഓഡിയോ എല്ലാം ഓക്കെ ആണോ എന്നൊന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ മോസ്റ്റ് കോമൺ സ്പീഷീസ് ഓഫ് ലങ് ഫ്ലൂക്ക് ദാറ്റ് ഇൻഫെക്ട് ഹ്യൂമൻസ്? ഹ്യൂമൻസിനെ ഇൻഫെക്ട് ചെയ്യുന്ന മോസ്റ്റ് കോമൺ സ്പീഷീസ് ഏതാണ് ലങ് ഫ്ലൂക്കിലെ? ഓപ്ഷൻ എ ഫെസിയോള ഹെപ്പറ്റിക്ക, ഓപ്ഷൻ ബി ക്രോണോർക്കിസ് സിനൻസിസ്, then option C Paragonymous westermani, then option D last Schistosoma mansoni. ഏതായിരിക്കും വരിക? അപ്പോ പാരസൈറ്റോളജി ഒരു ഇമ്പോർട്ടന്റ് ഏരിയ ആണ്. ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ഒരുപാട് ക്വസ്റ്റ്യൻസ് പാരസൈറ്റോളജി ഏരിയ എന്ന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. ആൻസർ ഒന്ന് കമന്റ് ചെയ്യുക. നമുക്ക് എന്നിട്ട് ഒന്നിച്ച് ആൻസർ ചെയ്ത് നോക്കാം. ഓക്കെ, ഡിസ്കസ് ചെയ്ത് നോക്കാം. അപ്പൊ എല്ലാവരും ആൻസർ ഒന്ന് കമന്റ് ചെയ്യുക. What is the most common species of lung fluke that infect humans? ഏതാണ്? ഫെസിയോള ഹെപ്പറ്റിക്ക ആണോ, ക്ലോറോസിസ് സിനസിസ് ആണോ, സൈനസിസ് ആണോ, then പാരാഗോണിമസ് വെസ്ട്രമാനി ആണോ, then ലാസ്റ്റ് ഷിസോസ്റ്റോമ മാൻസോണി ആണോ? ഏതായിരിക്കും വരിക? യെസ്, വെരി ഗുഡ് ചിന്നു. ഓക്കെ, ഓപ്ഷൻ സി ആണ്. Okay, Paragonymous westromani is the primary causative agent of human paragonimiasis. It widely known as the Oriental lung fluke. Okay, അപ്പോൾ ഓപ്ഷൻ സി ആണ് കേട്ടോ. ലങ് ഫ്ലൂക്കില് പാരാഗോണിമസ് വെസ്ട്രമാനി ആണ് ഹ്യൂമൻസിനെ ഇൻഫെക്ട് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which clinical condition is most characteristically associated with lung fluke infection? Biliary cirrhosis, endemic hemoptysis, portal hypertension, chyliuria. ഏത് ക്ലിനിക്കൽ കണ്ടീഷൻ ആണ് ഈ ലങ് ഫ്ലൂക്ക് ഇൻഫെക്ഷൻ ആയിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്? ബൈലറി സിറോസിസ് ആണോ, പോർട്ടൽ ഹൈപ്പർടെൻഷൻ ആണോ, എൻഡമിക് ഹീമോപ്റ്റൈസിസ് ആണോ, കൈലിയൂറിയ ആണോ? ഏതായിരിക്കും വരിക? ഒന്ന് കമന്റ് ചെയ്യാവോ? വേഗം ഒന്ന് കമന്റ് ചെയ്തേ എല്ലാവരും. നമുക്ക് നോക്കാം, ഒന്നിച്ച് നോക്കാം. അപ്പോൾ പാരസൈറ്റോളജി കുറച്ച് ടഫാണ്, പേരാണെങ്കിലും നമുക്ക് കുറച്ച് ടഫാണ് അല്ലേ? അപ്പോൾ എഴുതി നോക്കണം, അതുപോലെ ഒരുപാട് തവണ പറഞ്ഞു നോക്കിയാലാണ് മനസ്സിലോട്ട് പതിയുള്ളൂ കേട്ടോ. ഒന്ന് കമന്റ് ചെയ്തേ, ഒന്ന് കമന്റ് ചെയ്യോ എല്ലാവരും? ഒന്ന് കമന്റ് ചെയ്തേ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ. നോക്കാം, നമുക്ക് തെറ്റാണെങ്കിലും പ്രശ്നമില്ല, നമുക്ക് തിരുത്താലോ, കുഴപ്പമില്ല. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യോ? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാം. നമുക്ക് നോക്കാം ആൻസർ ശരിയാണോ നോക്കാം. ഒന്ന് കമന്റ് ചെയ്യാവോ? ഓഡിബിൾ അല്ലേ? ഓഡിയോ എല്ലാം ഓക്കെ അല്ലേ? കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാവോ? ആൻസർ ഏതാ വരിക? യെസ്, ഓപ്ഷൻ ബി ആണ്, endemic hemoptysis. Infection typically cause endemic hemoptysis where the patient cough up blood-stained sputum. The result from the parasite residing in the lung parenchyma near the bronchi. Okay, ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. Then next നോക്കാം. What is the primary habitat of adult Paragonymous westromani? പ്രൈമറി ഹാബിറ്ററ്റ് ഏതാണ്? അഡൽട്ട് പാരാഗോണിമസ് വെസ്ട്രമാനിയുടെ ബൈൽ ഡക്ട് ആണോ, ലങ് പാരൻഹൈമയാണോ, ദെൻ സ്മോൾ ഇൻഡസ്റ്റൈൻ ആണോ, ദെൻ ലാസ്റ്റ് ഓപ്ഷൻ ഡി മെസെൻറ്ററിക് വെയിൻസ്. ഏതായിരിക്കും വരിക? വാട്ട് ഈസ് ദ പ്രൈമറി ഹാബിറ്ററ്റ് ഓഫ് അഡൽട്ട് പാരാഗോണിമസ് വെസ്ട്രമാനി? ബൈൽ ഡക്ട്, ലങ് പാരൻഹൈമ, ദെൻ സ്മോൾ ഇൻഡസ്റ്റൈൻ, ദെൻ മെസെൻറ്ററിക് വെയിൻസ്. ഏതായിരിക്കും വരിക? ഒന്ന് കമന്റ് ചെയ്യോ എല്ലാവരും? ഒന്ന് കമന്റ് ചെയ്യാവോ? നമുക്ക് നോക്കാം ആൻസർ ശരിയാണോ. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ വേഗം. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യോ?
നമുക്ക് ആൻസർ ശരിയാണോ നോക്കാം. എന്നിട്ട് നമുക്ക് നോക്കാം. ഒന്ന് കമന്റ് ചെയ്യാവോ? ആരും കമന്റ് ചെയ്യുന്നില്ലേ? നമ്മുടെ ആൻസർ വരിക സി ആണ്. ലങ് പാരൻകൈമയാണ്. അപ്പോ ചിപ്പി ചിന്നു ഒക്കെ സി ആണ് കമന്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. Adult worm live in the lungs, usually encapsulated in pairs with cystic cavities, and this cyst often communicate with bronchi to allow egg release. Okay, അപ്പോൾ ലങ് പാരൻകൈമയാണ് പ്രൈമറി ഹാബിറ്ററ്റ് വരുന്നത്. അഡൾട്ട് പാരഗോണിമസ് വെസ്റ്റർമാനിയുടെ കേട്ടോ. Then next question നോക്കാം. How do human primarily acquire the lung fluke infection? Drinking contaminated water, ingesting undercooked crab or crayfish. ഓപ്ഷൻ ബി പറയുന്നത് സ്കിൻ പെനിട്രേഷൻ ബൈ സെർക്കാരിയെ. ഓപ്ഷൻ സി ആണ് കേട്ടോ നേരത്തെ പറഞ്ഞത്. ഓപ്ഷൻ ഡി ഈറ്റിംഗ് റോ വാട്ടർ ക്രിസ്. ഏതായിരിക്കും വരിക? ഒന്ന് കമന്റ് ചെയ്തേ. പ്രൈമറിലി അക്വയർ എ ലങ് ഫ്ലൂക്ക് ഇൻഫെക്ഷൻ. ഹൗ ഡു ഹ്യൂമൻ പ്രൈമറിലി അക്വയറിംഗ് lung fluke infection? Drinking contaminated water, ingesting undercooked crab or crayfish, skin penetration by cercariae, then eating raw water cress. ഏതാണ്? ഏതായിരിക്കും വരുക? യെസ്, ഓപ്ഷൻ സി ആണ്. ഇൻജസ്റ്റിംഗ് അണ്ടർകുക്ക്ഡ് ക്രാബ് ഓർ ക്രൈഫിഷ് ആണ് കേട്ടോ. ഇൻഫെക്ഷൻ occurs through the ingestion of metacentriae found in the tissues of freshwater crustaceans. Raw or drunken crab are common source of infection in endemic area. Yes, option C. Okay, നിമ്മി ചിപ്പി ഓക്കെ സി ആണ് കമന്റ് ചെയ്തിട്ടുള്ളത് അല്ലേ? ഓക്കെ, വെരി ഗുഡ് കേട്ടോ. ഓപ്ഷൻ സി ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ഫസ്റ്റ് ഇന്റർമീഡിയറ്റ് host of Paragonymous festomani? ഇതെല്ലാവരും ആൻസർ ചെയ്യണം. അത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് ആരാണ് പാരഗോണിമസ് ഫെസ്ട്രോമാനിയുടെ? ഫ്രഷ് വാട്ടർ ഫിഷ് ആണോ, പിഗ് ആണോ, ഫ്രഷ് വാട്ടർ സ്നെയിൽ ആണോ, വാട്ടർ കെൽറോപ്പ് ആണോ? ഇത് വളരെ സിമ്പിൾ ആണ്. ഇത് എന്തായാലും നിങ്ങൾ ശരിയാക്കണം. ഇത് വളരെ സിമ്പിൾ ആണ്. പാരാഗോണിമസ് വെസ്ട്രോമാനിയുടെ ഫസ്റ്റ് ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് ആരാണ്? ഫസ്റ്റ് ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ. കമൺ വേഗം എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ. പാരാഗോണിമസ് വെസ്ട്രോമാനിയുടെ ഫസ്റ്റ് ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് ഏതാണ്? യെസ്, ഓപ്ഷൻ ബി. വെരി ഗുഡ്. ഓപ്ഷൻ ബി ആണ് അല്ലെ? ഓപ്ഷൻ ബി ആണ്. ഫ്രഷ് വാട്ടർ സ്നെയിൽ. ഓപ്ഷൻ ബി ആണ് കേട്ടോ. പ്രിയ ചിപ്പി ഓക്കെ, വെരി ഗുഡ്. Like most trematodes, life cycle begin in freshwater snail. For example, Semi-Sulcopyra species, Miracidia penetrate the snail to develop into cercariae. അപ്പോൾ ഈ ഫ്രഷ് വാട്ടർ സ്നെയിൽ എന്നതൊന്ന് ഓർത്തിരിക്കുക. ഫസ്റ്റ് ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് കേട്ടോ. Which of the following act as the second intermediate host for lung fluke? അപ്പോൾ ഫസ്റ്റ് ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് നമ്മൾ കണ്ടു. ഇനി സെക്കൻഡ് ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് ആരും നോക്കാം. കാറ്റിൽ, ഫ്രഷ് വാട്ടർ ക്രാബ് ഓർ ക്രൈഫിഷ്, ഫ്രഷ് വാട്ടർ ഫിഷ്, അക്വാട്ടിക് പ്ലാന്റ്. ആരാണ് സെക്കൻഡ് ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് വരിക? ഫസ്റ്റ് ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് നമ്മൾ കണ്ടു ഫ്രഷ് വാട്ടർ സ്നെയിൽ എന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ സെക്കൻഡ് ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് ആരാ വരിക? ഒന്ന് കമന്റ് ചെയ്തേ. കാറ്റിലാണോ, ഫ്രഷ് വാട്ടർ ക്രാബ് ഓർ ക്രൈഫിഷ് ആണോ, ഫ്രഷ് വാട്ടർ ഫിഷ് ആണോ, അക്വാട്ടിക് പ്ലാന്റ് ആണോ? ഒന്ന് കമന്റ് ചെയ്തേ വേഗം. കമന്റ് ചെയ്തോ? യെസ്, ഓപ്ഷൻ സി ആണ്. ഫ്രഷ് വാട്ടർ ക്രാബ് ഓർ ക്രൈഫിഷ് ആണ്. Cercariae released from the snail infect crustaceans to become infective metacercariae. Common host include crab of the genus Potamon. Okay, സി ആണ്. അപ്പൊ എല്ലാവരും ഓക്കെ. ചിപ്പി, പ്രിയ, പ്രിൻസി, നിമ്മി ഓക്കെ, ശ്രീദേവി, അനഘ ഓക്കെ സി ആണ് കമന്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, വെരി ഗുഡ്. Then what is the typical appearance of sputum in the patient with paragonymous? Clear and frothy. Then option B, bright red and liquid. Then rusty brown and viscous.
പ്രൊഫ്യൂസ് ആൻഡ് ഫൗൾ സ്മെല്ലിംഗ്. സ്പ്യൂട്ടത്തിന്റെ ഒരു ടിപ്പിക്കൽ അപ്പിയറൻസ് ഈ പാരഗോണിമസ് പേഷ്യൻസിൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ഒന്ന് കമന്റ് ചെയ്യൂ എല്ലാവരും, വേഗം ഒന്ന് കമന്റ് ചെയ്ത് എല്ലാവരും. സ്പ്യൂട്ടത്തിന്റെ ടിപ്പിക്കൽ അപ്പിയറൻസ് എങ്ങനെയായിരിക്കും? പാരാഗോണിമസ് വെസ്ട്രമാണി പേഷ്യൻസിൽ എങ്ങനെയായിരിക്കും സ്പ്യൂട്ടത്തിന്റെ ഒരു അപ്പിയറൻസ് വരുക? ഒന്ന് കമന്റ് ചെയ്ത് എല്ലാവരും വേഗം. ഏതാ വരുക? വേഗം വേഗം ഒന്ന് കമന്റ് ചെയ്തേ. യെസ്, എല്ലാവരും ഓപ്ഷൻ സി ആണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ സി തന്നെയാണ് ആൻസർ. റസ്റ്റി, ബ്രൗൺ ആൻഡ് വിസ്കസ് ആയിരിക്കും കേട്ടോ. The sputum is often described as a rusty because it contains cluster of golden brown egg and blood. It may also have a distinct fishy odor. ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ്, എല്ലാവരും സി തന്നെയാണ്. ശ്രീദേവി, ചിപ്പി, ആര്യ, പ്രിൻസി, മുഹമ്മദ്, ചിന്നു, ജിദ്ദ, ഓക്കെ, അനഘ, ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. എല്ലാവരും സി ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എങ്ങാനും ഓപ്ഷൻസ് എന്തെങ്കിലും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ, ഒന്ന് ശ്രദ്ധിക്കുക. ഓപ്ഷൻ സി ആണ്, റസ്റ്റി, ബ്രൗൺ ആൻഡ് വിസ്കസ്. Then next നോക്കാം. Which morphological feature describes the egg of Paragonymous westromani? എങ്ങനെയായിരിക്കും എഗ്ഗിന്റെ മോർഫോളജിക്കൽ ഫീച്ചർ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ഓപ്ഷൻസ് പറയുന്നത്, ഓപ്ഷൻ എ പറയുന്നത് ലാർജ് ആണ്, നോൺ ഒപ്പർക്കുലേറ്റഡ് ആണ്, വിത്ത് സ്പൈൻ എന്ന് പറയുന്നു. ഓപ്ഷൻ ബി പറയുന്നത് ഗോൾഡൻ ബ്രൗൺ ആണ്, തിക്ക് ഷെൽഡ് ആണ്, അതുപോലെ തന്നെ ഓപ്പർക്കുലേറ്റഡ് ആണ് പറയുന്നു. ഓപ്ഷൻ സി പറയുന്നത് സ്മോൾ ആണ്, അതുപോലെ ഫ്ലാസ്ക് ഷേപ്ഡ് ആണ്, പക്ഷെ വിത്ത് ഒരു നോബും കൂടി ഉണ്ടെന്ന് പറയുന്നു. ലാസ്റ്റ് ഓപ്ഷൻ ഡി പറയുന്നത് ട്രാൻസ്പാരന്റ് ആൻഡ് പ്ലാനോ കോൺവെക്സ് ആണെന്ന് പറയുന്നു. ഏതായിരിക്കും ആൻസർ വരിക? ഏതായിരിക്കും ആൻസർ? Morphological feature describe the eggs of Paragonymous westromani. എങ്ങനെയാണ് മോർഫോളജി വരിക? എങ്ങനെ വരിക? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ. യെസ്, ബി ആണ്. പ്രിയ, ചിപ്പി, പ്രിൻസി, ബി. ഒരുപാട് പേര് ബി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഗോൾഡൻ ബ്രൗൺ ആണ്, തിക് ഷെൽഡ് ആണ്, ഓപ്പർക്കുലേറ്റഡ് ആണ്. എഗ് ആർ എന്താണ്? ഗോൾഡൻ ബ്രൗൺ, ഓപ്പർക്കുലേറ്റഡ്, ഹാവിംഗ് ലിഡ്. അതുപോലെ തന്നെ ദേ ആർ അൺഎംബ്രിയോണേറ്റഡ് വെൻ കവ്ഡ് അപ്പ് വിത്ത് സ്പ്യൂട്ടം ഓർ പാസ്ഡ് ഇൻ ഫീസസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. What is the infective stage of lung fluke for the definitive host? Miracidium, Metacercariae, Cercariae, adult worm. ഏതാണ് ഇൻഫെക്റ്റീവ് സ്റ്റേജ്? ഏതാണ് ഇൻഫെക്റ്റീവ് സ്റ്റേജ്? നമ്മളപ്പോൾ ഫസ്റ്റ് ഇന്റർമീഡിയറ്റ് ഹോസ്റ്റും ഒക്കെ നമ്മൾ പറഞ്ഞു അല്ലെ, പ്രൈമറി ഹോസ്റ്റും ഇന്റർമീഡിയറ്റ് ഹോസ്റ്റും ഒക്കെ പറഞ്ഞു. ഇനി ഇൻഫെക്റ്റീവ് സ്റ്റേജ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഏതാണ് ഇൻഫെക്റ്റീവ് സ്റ്റേജ്? ഓൾറെഡി നമ്മൾ മുന്നേ കണ്ട MCQലൊക്കെ ഡിസ്കസ് ചെയ്തു ഇൻഫെക്റ്റീവ് സ്റ്റേജ് അല്ലെ. ഡെഫിനറ്റീവ് ഹോസ്റ്റില് ഏതായിരിക്കും ഇൻഫെക്റ്റീവ് സ്റ്റേജ്? ഒന്ന് കമന്റ് ചെയ്തേ എല്ലാവരും. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ വേഗം. വേഗം ഒന്ന് കമന്റ് ചെയ്യാ. ഏതായിരിക്കും ആൻസർ വരിക? യെസ്, ഓപ്ഷൻ സി ആണ്. ഓക്കെ, ചിന്നു, മുഹമ്മദ്, പ്രിൻസി, ഓക്കെ, സി ആണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ആര്യ സി ആണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, the metacercariae is the stage that exists in the muscles and gills of crab. It is the only stage capable of infecting human upon ingestion. ഓക്കെ, മെറ്റാസെർക്കാരിയ ഓൾറെഡി നമ്മൾ നേരത്തെ MCQല് പരിചയപ്പെട്ടു അല്ലേ. അപ്പൊ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ വരിക. Then next question നോക്കാം. Why is stool examination sometimes used to diagnose lung fluke infection? എന്തുകൊണ്ടാ? The adult worm migrate to the colon to the lay egg and parasite cause intestinal ulcers. Sputum containing egg is often swallowed. Then option D പറയുന്നത് egg are only produced in the digestive tract. ചില സമയത്ത് നമ്മൾ സ്റ്റൂൾ എക്സാമിനേഷൻ ചെയ്യുമെന്ന് പറയുന്നു. ഏത് കണ്ടീഷനിലാ?
എപ്പോഴാ ചെയ്യാ, എന്തിനാ ചെയ്യാ, എപ്പോഴായിരിക്കും ചെയ്യാ, ഒന്ന് കമന്റ് ചെയ്തേ. അഡൾട്ട് വേം കോളനിലേക്ക് എഗ് ലേ ചെയ്യാൻ വേണ്ടി മൈഗ്രേറ്റ് ചെയ്യുമ്പോഴാണോ, അല്ലെങ്കിൽ ഈ പാരസൈറ്റിക് ഇൻഡസ്ട്രിയൽ അൾസേഴ്സ് കോസ് ചെയ്യുന്നത് കൊണ്ടാണോ, അല്ലെങ്കിൽ ഈ സ്പ്യൂട്ടം കണ്ടെയ്നിങ് എഗ് ഓഫൻ സാലഡ് അതുകൊണ്ടാണോ, അല്ലെങ്കിൽ ഈ ഡൈജസ്റ്റീവ് ട്രാക്റ്റിലാണോ എഗ് പ്രൊഡ്യൂസ് ചെയ്യുക? എന്തുകൊണ്ടായിരിക്കും? ഒന്ന് കമന്റ് ചെയ്തേ എല്ലാവരും. നോക്കാം, നമുക്ക് ആൻസർ കറക്റ്റ് ആണോ നോക്കാം. ഓക്കെ, തെറ്റാണെങ്കിൽ നമുക്ക് തിരുത്താം. അപ്പൊ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാം. തെറ്റാണെങ്കിൽ നമുക്ക് തിരുത്താം. നിങ്ങൾ പിന്നെ അതൊരിക്കലും മറക്കില്ല അല്ലേ? എല്ലാവരും ടൈം ടേബിൾ പ്രകാരമൊക്കെ പഠിക്കുന്നുണ്ടോ? ഡെയിലി എത്ര മണിക്കൂർ പഠിക്കുന്നുണ്ട് ഇപ്പോ? നമ്മൾ ജയിലിലേക്കൊക്കെ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. 4-ാം തീയതി ആണ്. ഇന്ന് 3-ാം തീയതി ആയി അല്ലേ? നാളെയാണ്. ഇനി അപ്ലൈ ചെയ്യാത്തവർ ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്ങാനും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. നാളെയാണ് ലാസ്റ്റ് ഡേറ്റ്. ഓക്കെ, നാളെയല്ല, മറ്റന്നാ. ഇന്ന് 2 അല്ലേ? 4 പക്ഷെ എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ പഠിച്ചു തുടങ്ങുക കേട്ടോ. ഇനിയിപ്പോ കൺഫർമേഷൻ വന്നിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചിരിക്കരുത് അല്ലേ? സിലബസ് ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. സിലബസ് കണ്ടതുമാണ്. ഒക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ചിലപ്പോൾ MLT മാത്രമായിരിക്കും. MLT ഇതുവരെ പഠിക്കാത്തവർക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് പോലെ ഫീൽ ചെയ്യുന്നുണ്ടാവും. പക്ഷേ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആകെ 100 മാർക്കിൽ 50 മാർക്ക് മാത്രമാണ്. പക്ഷെ 50 മാർക്ക് അത്ര കുറവാണ്. ഇമ്പോർട്ടൻസ് ഇല്ല എന്നല്ല കേട്ടോ പറഞ്ഞത്. പക്ഷെ നമുക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. +2 ഈ മാത്സും സയൻസും സുവോളജി ബോട്ടണി ഒക്കെ പഠിച്ചു വന്നവർക്ക് ഈ ഭാഗം പഠിക്കാൻ എന്തായാലും ഒരു ബുദ്ധിമുട്ടും കാണില്ല. +2 സയൻസ് നമ്മൾ അത്രയധികം പഠിച്ചിട്ടുണ്ടല്ലേ? നമ്മൾ അത്രയധികം എഫോർട്ട് എടുത്ത് പഠിച്ചാണ് നമ്മൾ +2 സയൻസ് അല്ലേ? അപ്പൊ അത്രമാത്രം എന്തായാലും ഇല്ല. ഓക്കെ, അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒന്നും ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ MLT ആദ്യമായിട്ട് കാണുമ്പോൾ ആരും പേടിക്കേണ്ടതില്ല. നമുക്ക് ഒന്നിച്ച് പഠിച്ച് പോകാവുന്നതേ ഉള്ളൂ. ഇഷ്ടംമാതിരി സമയമുണ്ട്. പക്ഷെ നിങ്ങൾ ഉടനെ തുടങ്ങണം. നാളെയല്ല, ഇപ്പൊ തന്നെ തുടങ്ങണം. എന്നാലാണ് നമുക്ക് ഒന്നിച്ച് ഓടിയെത്താൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ക്വസ്റ്റിന്റെ ആൻസർ എന്താ വരുക? ഏതായിരിക്കും വരുക? യെസ്, ഓപ്ഷൻ സി ആണ്. സ്പ്യൂട്ടം കണ്ടെയ്ൻസ് എഗ്സ് is often swallowed. Many patients, particularly children's sputum, is swallowed in rather than expectorated. This allow egg to pass through digestive tract to be detected in feces. അപ്പോൾ നമുക്ക് സ്റ്റൂൾ എക്സാമിനേഷൻ തന്നെ ചെയ്യാൻ നിവർത്തിയുള്ളൂ. Then next നോക്കാം. What is the most common site for ectopic extrapulmonary paragonymous? ഇത് സിമ്പിൾ ആണ്. ഇതെല്ലാവരും ആൻസർ ചെയ്യണം. ലിവർ, ഹാർട്ട്, ബ്രെയിൻ, സ്പ്ലീൻ. മോസ്റ്റ് കോമൺ സൈറ്റ് ectopic extrapulmonary paragonimiasis. ectopic ഏതാണ് കോമൺ സൈറ്റ്? മോസ്റ്റ് കോമൺ സൈറ്റ്? ഒന്ന് കമന്റ് ചെയ്യുമോ എല്ലാവരും? വേഗം ഒന്ന് കമന്റ് ചെയ്തേ. ആൻസർ നമുക്ക് നോക്കാം. കറക്റ്റ് ആണോ നോക്കാം. ഇതിന് മുന്നേ എല്ലാവരും കമന്റ് ചെയ്യാം. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ. വേഗം ഒന്ന് കമന്റ് ചെയ്തേ. യെസ്, ഓപ്ഷൻ ബി ആണ്. ബ്രെയിൻ ആണ്. Brain is the most common frequent site for ectopic infection leading to cerebral paragonimiasis. This can cause symptoms like headache, seizure, അതുപോലെ തന്നെ visual disturbances ഒക്കെ ഉണ്ടാവാം. ഓപ്ഷൻ ബി ബ്രെയിൻ ആണ് കേട്ടോ ആൻസർ. ഓപ്ഷൻ ബി ആണ്, ബ്രെയിൻ ആണ് ആൻസർ. Then which imaging finding is characteristic of cerebral paragonimiasis on CT scan? Solitary colon lesion, then solitary coin lesion, diffuse cerebral edema, soap bubble calcification, midline shift. ഏത് ഇമേജിംഗ് ആണ് നമുക്ക് CT സ്കാനിലൂടെ ഈ സെറിബ്രൽ പാരാഗോണിമിയാസിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഇമേജിംഗ് എന്നൊക്കെ പറയാനായിട്ട്, ക്യാരക്ടറിസ്റ്റിക് ഫൈൻ ചെയ്യാനുള്ള എന്തായിരിക്കും? സോളിറ്ററി കോയിൻ ലീഷൻ ആണോ, അല്ലെങ്കിൽ ഡിഫ്യൂസ് സെറിബ്രൽ എഡിമയാണോ, അല്ലെങ്കിൽ സോപ്പ് ബബിൾ കാൽസിഫിക്കേഷൻ ആണോ, മിഡ് ലൈൻ ഷിഫ്റ്റ് ആണോ? ഏതായിരിക്കും വരിക? ഒന്ന് കമന്റ് ചെയ്തേ. വേഗം എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ. ഏതാണ് CT സ്കാനിലെ ആ ക്യാരക്ടറിസ്റ്റിക് ഫൈൻഡിങ് ഇമേജ്? ഏതായിരിക്കും? ഒന്ന് വേഗം കമന്റ് ചെയ്തേ. വേഗം ഒന്ന് കമന്റ് ചെയ്യാവോ? ആൻസർ നമുക്ക് നോക്കാം, ഒന്നിച്ച് ഡിസ്കസ് ചെയ്യാം. അതിനു മുന്നേ നിങ്ങൾ കമന്റ് ചെയ്യാം. നമ്മൾ ചുമ്മാ അങ്ങനെ കണ്ടു പോകുമ്പോൾ
നമുക്കത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ച് നിങ്ങളത് കമന്റ് ചെയ്യുമ്പോഴാണ് നമുക്കത് മനസ്സിലോട്ട് വരുവുള്ളൂ കേട്ടോ. വേഗം ഒന്ന് കമന്റ് ചെയ്തേ, വേഗം എല്ലാവരും. നമുക്ക് ആൻസർ നോക്കാം. എല്ലാവരും കമന്റ് ചെയ്തിട്ട് നമുക്ക് ആൻസർ നോക്കാം. നമ്മളിപ്പോൾ ഏകദേശം ഒരു 10-42 പേരോളം ഉണ്ട്. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ, എല്ലാവരും. ഏകദേശം നിങ്ങൾക്ക് ഇപ്പോൾ പാരസൈറ്റോളജി പഠിച്ചൊരു അറിവ് വെച്ച് ഏകദേശം ഒരു ഉറപ്പുണ്ടാവും. എന്നാലും ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാവാം, എന്നാലും ഒട്ടും അറിയാതിരിക്കില്ല എന്തായാലും അല്ലേ. എന്തെങ്കിലുമൊക്കെ അതിൻ്റെ അടുത്തെങ്കിലും ഏകദേശം വരാതിരിക്കില്ല. അപ്പോൾ ഒന്ന് കമന്റ് ചെയ്യുക. ഇനി എങ്ങാനും തെറ്റിപ്പോയാൽ നമുക്ക് കറക്റ്റ് ചെയ്യാം, കുഴപ്പമില്ല. തെറ്റിപ്പോയാലും പ്രശ്നമില്ല, നമുക്ക് കറക്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആൻസർ ഏതാ വരുവാ? യെസ്, ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ്. സി പറഞ്ഞിട്ടുണ്ടോ പ്രിയ? ആരൊക്കെയോ സി പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഓപ്ഷൻ സി സോപ്പ് ബബിൾ കാൽസിഫിക്കേഷൻ ആണ്. ക്രോണിക് സെറിബ്രൽ കേസ് ഓഫ് often shows a multiple cluster calcification or cyst, then cystic lesions. These are colloquially refers to as having a soap bubble appearance. Okay, അപ്പൊ ഇനി ആരും മറക്കരുത് soap bubble calcification. ആരും മറക്കരുത് കേട്ടോ. soap bubble എന്ന് ഓർത്തിരിക്കുക. Then next നോക്കാം. What is the drug of choice for treating lung fluke infection? ഏത് drug of choice ആണ് നമ്മള്? ഏതായിരിക്കും ഡ്രഗ് ഉപയോഗിക്കുക ലങ് ഫ്ലൂക്ക് ഇൻഫെക്ഷനിലെ? ആൽബൻഡസോൾ ആണോ, മെട്രോണിഡസോൾ ആണോ, പ്രാസിക്വെന്റൽ ആണോ, ക്ലോറോക്വിൻ ആണോ? ഇത് സിമ്പിൾ ആണ്. ഏതാണ് ഡ്രഗ് ഓഫ് ചോയ്സ് വരുക? ആൽബൻഡസോൾ, മെട്രോണിഡസോൾ, പ്രാസിക്വെന്റൽ, ക്ലോറോക്വിൻ. ഏതായിരിക്കും വരിക? ഒന്ന് കമന്റ് ചെയ്തേ വേഗം, വേഗം ഒന്ന് കമന്റ് ചെയ്തേ. വേഗം ഏതായിരിക്കും വരുക? യെസ്, ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ്, പ്രാസിക്വെന്റൽ ആണ്. പ്രാസിക്വെന്റൽ ഈസ് ഹൈലി എഫക്റ്റീവ് അഗൈൻസ്റ്റ് പാരാഗോണിമസ് സ്പീഷീസ്. ദി സ്റ്റാൻഡേർഡ് regimen ഈസ് യൂഷ്വലി 25 mg/kg ആണ്. 3 times daily for 2 to 3 days കേട്ടോ. അതാണ് ഡോസേജ് പറയുന്നത്. സി പറഞ്ഞിട്ടുണ്ടോ? ഓക്കെ, ചിപ്പി പ്രിൻസി സി ആണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. What path do lung fluke larvae take after being swallowed by human? They travel via bloodstream directly to lungs. Bloodstream വഴി ലങ്സിലോട്ടാണോ, അല്ലെങ്കിൽ they move up the esophagus into trachea ആണോ, അല്ലെങ്കിൽ they penetrate the gut wall to penetrate ചെയ്തിട്ട് ഡയഫ്രത്തിനെയും gut wall ഒക്കെ penetrate ചെയ്തിട്ട് ലങ്സിലോട്ട് എത്തുവോ, അല്ലെങ്കിൽ they remain in the stomach until they mature? എവിടെയായിരിക്കും? സ്റ്റൊമക്കിൽ തന്നെ നിൽക്കുമോ മെച്ചുവർ ആവുന്നവരെ? എന്താണ് ലങ് ഫ്ലൂക്ക് പാത്ത്? എങ്ങനെയാ വരുക ലങ് ഫ്ലൂക്കിന്റെ? ഹ്യൂമൻ അതിനെ വിഴുകി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? എങ്ങനെയായിരിക്കും? വേഗം ഒന്ന് കമന്റ് ചെയ്തേ. സ്റ്റൊമക്കിൽ തന്നെ ഇരിക്കുവോ, അല്ലെങ്കിൽ ഗട്ടും ഡയഫ്രമൊക്കെ പൊളിച്ചകത്ത് പോവോ, ലങ്സിലോട്ട് എത്തുവോ, അല്ലെങ്കിൽ ഈസോഫാഗസ് വഴി ട്രക്കിയലോട്ടാണോ? എങ്ങനെയാണ്? അല്ലെങ്കിൽ ബ്ലഡ് സ്ട്രീം ടു ഡയറക്ട്ലി ത്രൂ ലങ്സിലോട്ടാണോ? എങ്ങനെയായിരിക്കും പോവാ? ഒന്ന് കമന്റ് ചെയ്തേ വേഗം. അപ്പൊ നമ്മള് ഈ ലങ് ഫ്ലൂക്കിന്റെ ഇന്റർമീഡിയറ്റ് ഹോസ്റ്റും പ്രൈമറി ഹോസ്റ്റും ഇൻഫെക്റ്റീവ് സ്റ്റേജും പാത്തും എല്ലാം അറിഞ്ഞിരിക്കണം അല്ലെ. ഡ്രഗ് ഓഫ് ചോയ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ. യെസ്, ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ്. The larvae exist in the duodenum, pierce the intestinal wall and crawl through the abdominal cavity. They then penetrate the diaphragm and pleura to reach lung parenchyma. ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ്. Then how long can Paragonymous westermani survive in human host? എത്ര നാൾ സർവൈവ് ചെയ്യും? 1 വർഷമാണോ, 10 വർഷമാണോ, 5 വർഷമാണോ, അല്ലോ 20 വർഷമാണോ? എത്ര വർഷം സർവൈവ് ചെയ്യാൻ പറ്റും? ഒന്ന് കമന്റ് ചെയ്തേ. എത്ര വർഷം സർവൈവ് ചെയ്യാൻ പറ്റും? എത്ര വർഷം സർവൈവ് ചെയ്യാം? എത്ര വർഷം സർവൈവ് ചെയ്യാം? ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും കമന്റ് ചെയ്യാം. എത്ര വർഷം സർവൈവ് ചെയ്യാം? എത്ര വർഷം സർവൈവ് ചെയ്യാം? 20 വർഷം കേട്ടോ. 20 വർഷം. അഡൽട്ട് ലങ് ഫ്ലൂക്ക് ആർ റിമാർക്കബ്ലി ലോങ് ലൈവ്ഡ് ആണ്. They can survive and produce egg within human body up to 20 years. ഒന്ന് ആലോചിച്ച് നോക്കൂ, 20 വർഷമുണ്ട് കേട്ടോ. Then which lab finding the frequently elevated in patients with
Paragonimasis, neutrophil, eosinophil, basophils, then last platelets. Which lab finding is frequently elevated? എന്താ എലവേറ്റ് ചെയ്യുക? ന്യൂട്രോഫിൽസ് ആണോ, ബേസോഫിൽസ് ആണോ, ഈസ്ട്രോഫിൽസ് ആണോ, പ്ലേറ്റ്ലേറ്റ്സ് ആണോ? എന്താ എലവേറ്റ് ചെയ്യുക? എന്തായിരിക്കും? ഇത് വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഈ ന്യൂട്രോഫിലും ബേസോഫിൽസും ഈസ്ട്രോഫിൽസും പ്ലേറ്റ്ലെറ്റ്സും ഒക്കെ പഠിച്ചപ്പോൾ നമ്മൾ ഓരോന്നിന്റെയും ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പൊ നമ്മൾ പ്രത്യേകം അത് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്തായിരിക്കും? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ. ന്യൂട്രോഫിൽ ആണോ, ബേസോഫിൽ ആണോ, ഈസ്നോഫിൽ ആണോ, പ്ലേറ്റ്ലെറ്റ് ആണോ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. വേഗം ഒന്ന് കമന്റ് ചെയ്യാ. 7:30 ആവാനായി. നമുക്കിനി ഒരു 10-15 ക്വസ്റ്റ്യൻ കൂടെ ഉണ്ടാവുള്ളൂ. 1 മണിക്കൂറാണ് നമുക്ക് സമയമുള്ളത്. ഓക്കെ, വേഗം വേഗം ഒന്ന് കമന്റ് ചെയ്തേ. വേഗം ഒന്ന് കമന്റ് ചെയ്തേ. യെസ്, ഒന്നും നോക്കാനില്ല. ഓപ്ഷൻ ബി ആണ് അല്ലെ. നമ്മൾ ഈ പാരസൈറ്റിക് ഇൻഫെക്ഷൻ ഒക്കെ ഈസ്നോഫിൽസ് ആണ് എലിവേറ്റ് ചെയ്യാൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. Like most tissue invasive element infection, Paragonimus typically trigger peripheral blood eosinophilia. Is the immune response to migrating larvae and adult worm. പിന്നെ നമ്മൾ ഓൾറെഡി ഈസ്നോഫിൽസിനൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ പാരസൈറ്റിന്റെ കാര്യമൊക്കെ എടുത്ത് പറഞ്ഞിരുന്നു അല്ലേ. Then next നോക്കാം. What is a common differential diagnosis for pulmonary paragonimasis due to similar symptom? ഏകദേശം നമ്മൾ നേരത്തെ കണ്ട MCQ വെച്ച് നമുക്കിത് ആൻസർ ചെയ്യാവുന്നതാണ്. നമ്മൾ സ്പ്യൂട്ടത്തിന്റെ കളറും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അല്ലെ. അത് ഇതില് ട്യൂബർക്ലോസിസ് ആയിട്ടാണോ, മലേറിയ ആയിട്ടാണോ, അമീബിക് ഡിസെൻട്രി ആയിട്ടാണോ, കോളറ ആയിട്ടാണോ, എങ്ങനെയായിരിക്കും ഒരു സിമിലാരിറ്റി വരുന്നത്? ഇതിൽ ഏത് ഡിസീസ് ആയിട്ടായിരിക്കും ഒരു സിമിലാരിറ്റി വരിക? ഏത് ഡിസീസ് ആയിട്ടായിരിക്കും? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇത് വളരെ സിമ്പിൾ ആണ്. ഇത് ആരും തെറ്റിക്കരുത്. ഇത് വളരെ സിമ്പിൾ ആണ്. ഏതായിരിക്കും വരിക? Common differential diagnosis for pulmonary paragonimasis. ഇത് വളരെ സിമ്പിൾ ആണ്. തെറ്റിക്കരുത്, ശ്രദ്ധിക്കുക. നമ്മൾ സ്പ്യൂട്ടത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു അല്ലെ. സ്പ്യൂട്ടം കാര്യങ്ങളും റസ്റ്റി ബ്രൗൺ കളർ എന്നൊക്കെ പറഞ്ഞിരുന്നു. അത് ഇതിൽ ഏതായിട്ടായിരിക്കും ബന്ധം ഉണ്ടാവുക? ഇതിൽ ഏത് ഡിസീസ് ആയിട്ടാ സ്പ്യൂട്ടം ഒക്കെ ബന്ധം ഉള്ളത്? ഏതാണ്? യെസ്, ട്യൂബർക്കുലോസിസ്. ഒന്ന് നോക്കാനല്ല, ഓപ്ഷൻ എ ആണ്. Because it present with chronic cough and hemoptysis, paragonimasis is frequently misdiagnosed as a tuberculosis. Diagnostic confusion is common in region where both diseases are endemic. Okay. Then next നോക്കാം. Adult lung fluke are often described as having a shape of ribbon, whip, coffee bean, shield. ഇതും വളരെ സിമ്പിൾ ആണ്. അഡൾട്ട് ലങ് ഫ്ലൂക്കിന് എന്താ ഷേപ്പ്? റിബൺ ആണോ, വിപ്പാണോ, കോഫി ബീൻ ആണോ, അതോ ഷീൽഡ് ആണോ? ഏത് ഷേപ്പ് ആയിരിക്കും ഉണ്ടാവുക? ഒന്ന് കമന്റ് ചെയ്യോ. വേഗം ഒന്ന് കമന്റ് ചെയ്തേ. വേഗം നമുക്ക് ആൻസർ വേണം. യെസ്, ഓപ്ഷൻ ബി ആണ്, കോഫി ബീൻ ആണ്. Adult worm thick, fleshy and oval shaped, they reddish brown color and size about 1 centimeter, give them appearance of coffee bean. മറക്കരുത്, കോഫി ആലോചിക്കാം, ബീൻസോ അല്ലെങ്കിൽ മിസ്റ്റർ ബീനോ ആര് വേണമെങ്കിലും നിങ്ങൾക്ക് ആലോചിക്കാം നിങ്ങളുടെ എളുപ്പത്തിന്. ഓക്കെ. Then which of the following is a non-reservoir host for Paragonimus westromani? Sheep, tigers and leopards, pig, camels. Which of the following is non-reservoir host for Paragonimus westromani? Sheep, tigers and leopards, pig, camels. Reservoir host. ഇത് സിമ്പിൾ ആണ്. വേഗം ഒന്ന് കമന്റ് ചെയ്തേ. ഏതായിരിക്കും വരിക? Tigers and leopards ആണ്. While humans are definitely host, wild carnivores like tigers and leopards are wild pigs serve as an important reservoir host. This maintains the parasite in the environment. Okay. Then next, in the life cycle, which stage is responsible for infecting snail? ഏതായിരിക്കും? ഇതും നമ്മൾ ഓൾറെഡി നേരത്തെ കണ്ടിരുന്നു. മിതാസിഡിയം, മെറ്റാസെർക്കാരിയെ, സെർക്കാരിയെ, എഗ്. ഏതായിരിക്കും വരിക? ഒന്ന് കമന്റ് ചെയ്യുക വേഗം. നമ്മള് 20 ക്വസ്റ്റ്യൻ ആയി. നമുക്കൊരു 15 ക്വസ്റ്റ്യൻ കൂടി ഇനി ഉണ്ടാവുള്ളൂ. അപ്പൊ വേഗം കമന്റ് ചെയ്യാം.
വേഗം കമന്റ് ചെയ്യാം, നമുക്ക് അരമണിക്കൂറുള്ളിൽ തീർക്കാം. ഓക്കെ, ഏതായിരിക്കും? ഒന്ന് കമന്റ് ചെയ്തേ, എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യൂ. യെസ്, ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് Miracidium. Once egg reach fresh water, they embryonate and release Miracidium. The ciliated larvae swim to find and penetrate suitable snail host. Okay, option A ആണ് കേട്ടോ. മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. Then what is the primary cause of tissue damage in the lungs during infection? Toxin released by the worm, consumption of leg tissue for food, then inflammatory host response to worm and egg, secondary bacterial infections only. ഏതാണ്? Primary cause of tissue damage in the lungs during infection. ടോക്സിൻ റിലീസ് ചെയ്യുന്നത് കൊണ്ടാണോ, അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി ഹോസ്റ്റ് റെസ്പോൺസ് ടു വോം ആൻഡ് എഗ് ആണോ, അല്ലെങ്കിൽ കൺസപ്ഷൻ ഓഫ് ലങ് ടിഷ്യൂ ഫുഡായിട്ട് കൺസപ്ഷൻ ചെയ്യുന്നതുകൊണ്ടാണോ, അല്ലെങ്കിൽ സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൊണ്ടാണോ? എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാ? ഓപ്ഷൻ ബി ആണ്. മോസ്റ്റ് ഡാമേജ് ഈസ് ഡ്യൂ ടു ഹോസ്റ്റ് ഇമ്മ്യൂൺ റിയാക്ഷൻ which form fibrous cysts around the worm. The rupture of these cysts into bronchi cause a characteristic cough and bleeding ഉണ്ടായിരിക്കും. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. ഇൻഫ്ലമേറ്ററി ഹോസ്റ്റ് റെസ്പോൺസ് ആണ് മെയിൻ ആയിട്ടുള്ള കാരണം ടു വോം ആൻഡ് എഗ്. ഓപ്ഷൻ ബി ആണ്. ബി ചിപ്പി ശ്രീദേവി. ഓക്കെ, ബി ആണ് കമന്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, യോഗിത. ഓക്കെ, വെരി ഗുഡ്. Then next question നോക്കാം. Which geographical region has a highest prevalence of Paragonymous westermani? South America, East and South Asia, Northern Europe, Sub-Saharan Africa. ഏതായിരിക്കും? വേഗം ഒന്ന് കമന്റ് ചെയ്തേ. Which geographical region highest prevalence? Prevalence ഏതാണ്? ഹയസ്റ്റ് പ്രിവാലൻസ് ഏത് geographical region ആണ്? ഏത് geographical region ആണ്? ഒന്ന് കമന്റ് ചെയ്തേ വേഗം. വേഗം ഒന്ന് കമന്റ് ചെയ്തേ. ഒന്ന് കമന്റ് ചെയ്യൂ എല്ലാവരും വേഗം. ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ്. ഈസ്റ്റ് ആൻഡ് സൗത്ത് ഏഷ്യ ആണ്. The infection is most common in Asia, including China, Korea, Japan, and Philippines. This is largely due to cultural dietary habits involving raw crustaceans. Okay. Option C ആണ് കേട്ടോ. What morphological feature is found on the tegument of the adult lung fluke? Smooth surface, large suckers only, scale-like spines, cilia. അപ്പോൾ ഓരോ പാരസൈറ്റിന്റെയും ഒരു മോർഫോളജിക്കൽ ഫീച്ചർ അല്ലെ, ഏതിലാണെങ്കിലും ബാക്ടീരിയോളജി ആണെങ്കിലും വൈറോളജി ആണെങ്കിലും മൈക്കോളജി ആണെങ്കിലും പാരസൈറ്റോളജി ആണെങ്കിലും ഏത് മൈക്രോ ഓർഗാനിസം പഠിക്കുമ്പോൾ അതിന്റെ മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. അപ്പൊ ഇതിലും ഇമ്പോർട്ടന്റ് ആണ്. ലങ് ഫ്ലൂക്കിന്റെ മോർഫോളജിക്കൽ ഫീച്ചർ എന്താ വരുക? സ്മൂത്ത് ആയിട്ടുള്ള സർഫസ് ആണോ, അല്ലെങ്കിൽ ലാർജ് സക്കേഴ്സ് ഓൺലി ആണോ, അല്ലെങ്കിൽ സ്കെയിൽ ലൈക്ക് സ്പൈൻസ് ആണോ, സീലി ആണോ? ഏതായിരിക്കും വരിക? ഏതായിരിക്കും വരിക? Yes, option C ആണ്. Scale-like spines ആണ്. The entire surface tegument of the adult worm is covered with a small scale-like spines. These help the worm maintain its position within host tissue. Okay. Then, cerebral paragonimias is often present clinically as encephalitis, Jacksonian epilepsy, meningitis, brain stem stroke. ഏതാണ്? Cerebral paragonymous often present clinically. Encephalitis, meningitis, Jacksonian epilepsy, brain stem stroke. ഒന്ന് കമന്റ് ചെയ്യോ വേഗം. വേഗം ഒന്ന് കമന്റ് ചെയ്തേ. കഴിയാനായി നമ്മുടെ ക്വസ്റ്റ്യൻസ്. ഒരു 10 ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ. വേഗം ഒരു 10 ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ. വേഗം ഒന്ന് കമന്റ് ചെയ്യാം. വേഗം ഒന്ന് കമന്റ് ചെയ്തേ. Option C ആണ്. Jacksonian epilepsy ആണ്. The presence of cyst in the brain often leads to seizure epilepsy. Patient may also experience hemiplegia or visual disturbances depending on the cyst's location. Okay. Then which of the following
Which of the following can prevent paragonimiasis? Filtering drinking water, boiling crab and crayfish before consumption, wearing shoes in mud, avoiding swimming in lake. Simple question ആണ്, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പെട്ടെന്ന് ആൻസർ ചെയ്യാവുന്നേ ഉള്ളൂ. എല്ലാവരും ഇത് റെഡി ആക്കണം, എല്ലാവരും ഇത് കറക്റ്റ് ആക്കണം, എല്ലാവരും ഇത് കറക്റ്റ് ആക്കണം, എല്ലാവരും കറക്റ്റ് ആക്കണം. ഏതായിരിക്കും ആൻസർ വരിക? സിമ്പിൾ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. Yes, option B ആണ്, boiling crab and crayfish before consumption. Since infection foodborne adequate cooking the second intermediate host crustaceans kill the metacercariae. This is the most effective preventive measure. Okay, option B ആണ്. എല്ലാവരും B തന്നെയാണ് കമന്റ് ചെയ്തിട്ടുള്ളത്. ചിപ്പി, മുഹമ്മദ്, പ്രിയ. Okay, very good. Which larval stage develop immediately after the sporocyst in the snail? Miracidium, Cercariae, Radiae, Metacercariae. ഏതായിരിക്കും? Which larval stage develop immediately after the sporocyst in the snail? ഒന്ന് കമന്റ് ചെയ്തേ, ഏത് larval stage ആണ് immediately after the sporocyst in the snail? Miracidium, Cercariae, Radiae, Metacercariae. ഏതായിരിക്കും? ഏത് larval stage ആണ് immediately after the sporocyst in the snail? Miracidium, Cercariae, Radiae, Metacercariae. Yes, option B ആണ് അല്ലേ? Option B ആണ്. Very good. Ready ആണ്. Inside the snail, Miracidium becomes a sporocyst which then produces 2 generations of Radiae. This Radiae eventually give rise to the Cercariae. Okay, then what is the approximate size of the Paragonymous westromani egg? 30 μm, 85 to 100 μm, 50 μm, then 150 μm. Approximate size എത്ര വരുക? വേഗം ഒന്ന് കമന്റ് ചെയ്തേ. Approximate size എത്ര വരിക? Paragonymous westromaniയുടെ approximate size. Option C ആണ്, 85 to 100 ആണ് വരിക. Okay. The egg are relatively large, typically measuring about 85 to 100 μm, micrometers in the length. They are easily visible under stained light microscopy. അത്യാവശ്യം കാണാൻ പറ്റുമല്ലോ നമുക്ക്. Then true or false ആണ്. True or false? Paragonymous westromani is a hermaphrodite. ഏതാണ്? True ആണോ false ആണോ? Hermaphrodite ആണോ Paragonymous westromani? True or false? ഒന്ന് കമന്റ് ചെയ്യോ വേഗം, നമുക്ക് കഴിയാനായി, ക്വസ്റ്റ്യൻസ് കഴിയാറായി. വേഗം ഒന്ന് കമന്റ് ചെയ്യാം. ട്രൂ ഓർ ഫോൾസ്? ഫോൾസ്. ട്രൂ ഓർ ഫോൾസ് ഏതാണ് വരിക? ഒന്ന് കമന്റ് ചെയ്തേ, എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ. നമ്മൾ ഏകദേശം ഇപ്പോൾ ഒരു 77 പേരുണ്ട് അല്ലേ? അപ്പൊ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ. ഏതാ വരുക? ഏത് വരും? വേഗം വേഗം ഒന്ന് കമന്റ് ചെയ്യാം, നോക്കാം നമുക്ക് ആൻസർ ശരിയാണോന്ന്. യെസ്, ട്രൂ ആണ് അല്ലേ? ട്രൂ ആണ്. ലൈക്ക് ഓൾമോസ്റ്റ് ഓൾ ട്രമറ്റോഡ്സ് എക്സെപ്റ്റ് schistosomes, lengfluke are hermaphrodite, each individual worm containing both male and female reproductive organs. Both female and reproductive organs ഉണ്ടായിരിക്കും. Okay. Then, which is a second line drug for Paragonymous if praziquantel is unavailable? Ivermectin, then biphenol, then mebendazole, then pyrentyl pamoate. ഏതായിരിക്കും സെക്കൻഡ് ലൈൻ ഡ്രഗ് വരുന്നത്? ഐവർമെക്റ്റിൻ ആണോ, ബൈത്തൈനോൾ ആണോ, ദെൻ മെബെൻഡസോൾ ആണോ, ദെൻ പൈറന്റൽ പാമോയിറ്റ് ആണോ? ഏതായിരിക്കും വരുക? വേഗം ഒന്ന് കമന്റ് ചെയ്ത്. യെസ്, ഓപ്ഷൻ ബി ആണ് അല്ലേ? ഓപ്ഷൻ ബി ആണ്, ബൈത്തൈനോൾ ആണ്. ബൈത്തൈനോൾ വാസ് എ ഹിസ്റ്റോറിക്കലി the drug of choice and remains effective alternative. However, it has a more side effect than praziquantel. Okay. If unavailable ആണുള്ള കേസിലാണ് കേട്ടോ ചോദിച്ചിട്ടുള്ളത്. ഇഫ് അൺഅവൈലബിൾ ആകുമ്പോൾ കേസിലാണ്. ഇനിയിപ്പോൾ പ്രാസിക്വന്റലും ബൈത്തൈനോൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ബൈത്തൈനോൾ ചൂസ് ചെയ്യരുത് കേട്ടോ. അൺഅവൈലബിൾ ആകുമ്പോൾ ആണ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. Then which respiratory symptom other than hematopsis is common? Inspiratory stridor, then dyspnea and pleurotic chest pain, whooping cough, laryngeal edema. ഏതായിരിക്കും?
respiratory symptom other than hematopsis is common. Inspiratory stridor ആണോ, dyspnea and pleuritic chest pain ആണോ, whooping cough, laryngeal edema. ഏതായിരിക്കും വരുക? ഏതായിരിക്കും വരുക? ഏതാ വരുക? വേഗം ഒന്ന് കമന്റ് ചെയ്തേ. യെസ്, dyspnea and pleuritic chest pain ആണ്. Patient often experience shortness of breath. Dyspnea and the chest pain, this occurs the worms migrate through the pleura and cause inflammation. Whooping cough ആരാ കോസ് ചെയ്യുന്നത്? whooping cough ആരാ കോസ് ചെയ്യുക? whooping cough ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഡിസീസ് ആണ് whooping cough. whooping cough ആരാ? whooping cough ഒന്ന് കമന്റ് ചെയ്യോ വേഗം. whooping cough ആരാ കോസ് ചെയ്യുന്നേ? ആരാ കോസ് ചെയ്യുന്നേ? whooping cough ആരാ കോസ് ചെയ്യുന്നേ? ഏത് ബാക്ടീരിയ ആണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണേ, ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. whooping cough ആരാ കോസ് ചെയ്യുക? വേഗം ഒന്ന് കമന്റ് ചെയ്തേ. ഒരാൾക്ക് മാത്രമേ അറിയുള്ളൂ ആൻസർ, ചിപ്പിക്ക് മാത്രമേ അറിയുള്ളൂ. നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ടല്ലേ, whooping cough, അതുപോലെ undulant fever, lapsing fever, ഒരുപാട് ഫീവർ, ലൈം ഡിസീസ്, കാഗസ് ഡിസീസ്, അങ്ങനെ കുറെ ഡിസീസും കാര്യങ്ങളും ഓരോന്നൊക്കെ പഠിച്ചു. കാലാസർ, അങ്ങനെ ഓരോ ടേംസ് ഒക്കെ ഉണ്ട് ഓരോ ഡിസീസിന്. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ചിപ്പിക്ക് മാത്രം അറിയുള്ളൂ, വേറെ ആർക്കും അറിയില്ലേ? അപ്പൊ ചിപ്പി മാത്രമേ പഠിക്കുന്നുള്ളൂ, വേറെ ആരും പഠിക്കുന്നില്ല അല്ലെ? ഓക്കെ, വാട്ട് ഹാപ്പൻ ടു ദ സെർക്കാരിയ ആഫ്റ്റർ ഇറ്റ് ലീവ്സ് ദ സ്നേൽ? It insists on water plant. It swims to find a crab or crayfish. It penetrates human skin. It matures directly into an adult. ഏതായിരിക്കും വരുക? ഓപ്ഷൻ സി ആണ്. It swims to find a crab or crayfish. Cercaria is a motile stage that seek out the second intermediate hole. It uses a small stylet to penetrate the crustaceans through exoskeleton. Then next നോക്കാം. Pulmonary cyst is a paragoniasis usually contain how many worm? 1, 2, 10 or 100. Pulmonary cyst എത്ര worms ഉണ്ടാവും? 2 worms ആയിരിക്കും ഉണ്ടായിരിക്കുക കേട്ടോ. 2 worms ആയിരിക്കും. Cyst typically have pairs of worm. Cross fertilization between 2 hermaphroditic worm. It is standard method for reproduction within the host. Okay, 2 ആണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. Then what is ectopic paragoniasis? Infection in the snail, infection in the reservoir host, infection where worms settle in non-lung tissue, asymptomatic infection. Already ഈ ectopicനെ നമ്മൾ കണ്ടിരുന്നു, ഓൾറെഡി MCQ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഏതായിരിക്കും ആൻസർ വരിക? Yes, option C ആണ്. Infection where the worm settle in non-lung tissue ആണ്. The occur when migrating larvae settle in organ other than the lung, such as in brain ആവാം, liver ആവാം, skin ആവാം, whatever. These cases are often more difficult in diagnose and treat. Then next, diagnostic skin test for paragoniasis detect active egg in skin, hypersensitivity to fluke antigen, secondary bacterial infection, vitamin deficiency. ഏതായിരിക്കും diagnostic skin test paragoniasis detect? ഓപ്ഷൻ ബി ആണ്. ഹൈപ്പർ സെൻസിറ്റിവിറ്റി ടു ഫ്ലൂക്ക് ആന്റിജൻ ആണ്. സ്കിൻ ടെസ്റ്റ് യൂസ് ഫ്ലൂക്ക് ആന്റിജൻ ടു ചെക്ക് ദ ഡിലൈഡ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ വൈൽ യൂസ്ഫുൾ ഫോർ സ്ക്രീനിങ്. ദേ മെയിൻ പോസിറ്റീവ് 4 years after cure. ഓക്കെ, അപ്പോൾ ഡയഗ്നോസ്റ്റിക് സ്കിൻ ടെസ്റ്റ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി ആണ് ടു ഫ്ലൂക്ക് ആന്റിജൻസിന് കേട്ടോ. Then next നോക്കാം. Which of the following is a characteristic of the adult worm suckers? എന്താണ് characteristic? It has only one oral suckers ആണോ? It has an oral suckers and ventral suckers acetabulum ആണോ? അല്ലെങ്കിൽ it lack suckers entirely ആണോ? അല്ലെങ്കിൽ it has a suckers lining its entire body? ഏതായിരിക്കും വരുക? Yes, option B ആണ്. It has oral suckers and ventral suckers ആണ് acetabulum. The worm possesses 2 muscular suckers, one at the anterior end oral and one on the mid ventral surface acetabulum. These are used for attachment and movement.
ഓക്കെ, അപ്പോൾ 35 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ലാങ് ഫ്ലൂക്കിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് ഓർത്തിരിക്കുക. ഏത് ഇൻഫെക്റ്റീവ് ഫോം ആണ്, എത്ര വോമണ്ട് ആയിരിക്കും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഹോസ്റ്റിന്റെ കാര്യം, അതുപോലെ തന്നെ നമ്മൾ ഡ്രഗ് ഓഫ് ചോയ്സിന്റെ കാര്യം, പിന്നെ മെയിൻ ആയിട്ടുള്ള റിസർവോയർ ഹോസ്റ്റും, അങ്ങനെ ഒരുപാട് ടേംസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ഓർത്തിരിക്കുക. ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് മിസ്സായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ആൻസർ ചെയ്യുമ്പോൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് നോക്കുക, റിവൈൻഡ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ MCQ സെക്ഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങളും ഒന്ന് ആക്റ്റീവായിട്ട് ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ആൻസർ ചെയ്യുമ്പോഴാണ് അതിനിപ്പോൾ തെറ്റാണെങ്കിൽ കൂടെ നമുക്കൊന്നും കൂടി അത് എടുക്കാമല്ലോ, പൊടി തട്ടി എടുക്കാം, നമ്മൾക്ക് മൈൻഡിലോട്ട് അത് വരും, ഓർത്തിരിക്കാനും എളുപ്പമാണ്. അപ്പോൾ MCQ സെക്ഷനിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീക്കിലി നമുക്ക് 2 യൂട്യൂബ് ലൈവ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ മോസ്റ്റ് ഓഫ് ഡേയ്സ് ഒരു മൺഡേ തേഴ്സ്ഡേ ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ 7 to 8 ഓർ അല്ലെങ്കിൽ 8 to 9 ആ ഒരു ടൈമിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ എല്ലാവരുടെയും ജോലിയൊക്കെ കഴിഞ്ഞാലൊക്കെ ഒരു സമയമായിരിക്കും. അപ്പോൾ ഒന്ന് കാണുക. നമുക്ക് ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് ട്രാവൽ ചെയ്യുമ്പോഴാണെങ്കിലും നിങ്ങൾക്ക് കാണാൻ എളുപ്പമാണ്. അപ്പോൾ ഒന്ന് കമന്റ് ചെയ്യുക. ഇപ്പോൾ ചിലപ്പോൾ ലാബിൽ വർക്കോ അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും തിരക്കുവാണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങളൊന്ന് എഴുതി നോക്കുക, അല്ലെങ്കിൽ കമന്റ് ചെയ്യുമ്പോഴാണ് ഒന്നത് മനസ്സിലോട്ട് വരിക. അല്ലെങ്കിൽ ചുമ്മാ അങ്ങനെ കേട്ടുപോയാൽ നമ്മളത് വെറുതെ ഓടിച്ച് വിടുന്ന പോലെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ മാക്സിമം MCQs കാണുമ്പോൾ ഒന്ന് കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്